കമനീയ കിശോരമുഗ്ധമൂർത്തേः കളവേണുക്കുണിതാദൃദാനനേന്ദ്രോ മമ വാജി വിജൃംഭതാം മുരാരേः മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ചലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രധാനമന്ത്രിയായിട്ടുള്ള ഉദ്ധവനെ ഗോപികമാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതും ഗോപികമാരുടെ അടുത്ത് ചെന്നതായിട്ടുള്ള ഉദ്ധവൻ ആ ഗോപീഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോപികൾക്ക് അവരുടേതായിട്ടുള്ള വിരഹം മുഴുവൻ ആ ഭഗവാനിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിനെ കരുവാക്കിക്കൊണ്ട്, വണ്ടിനോടാണോ ഉദ്ധവനോടാണോ ഭഗവാനോടാണോ എന്ന് നമുക്ക് സംശയിക്കുന്ന രീതിയിൽ മൂന്ന് പേരോടും ഒരേപോലെ സംസാരിക്കുന്ന രീതിയിൽ അവരുടെ ആ വിരഹം മുഴുവൻ പറഞ്ഞറിയിച്ചോടെ ഇത് കണ്ടതായിട്ടുള്ള ഉദ്ധവൻ പറഞ്ഞു, നിങ്ങളെ പോലെ ഒരു ഭക്ത ശിരോമണികളെ ഇനി ഈ ഭൂമിയിൽ എവിടെയും കാണാൻ സാധിക്കുകയില്ല. ആ ഗോപീഭാവത്തെ തൊട്ടറിഞ്ഞതായിട്ടുള്ള ഉദ്ധവൻ പറഞ്ഞു, അഹോ യൂയം സ്മ പൂർണാർത്ഥോ ഭവത്യോ ലോകപൂജിതാഹ. ലോകം പോലും പൂജിക്കപ്പെടുന്നതായിട്ടുള്ള നിങ്ങളുടെ ആ ഭക്തിയുടെ മഹത്വത്തെ ഞാൻ തൊട്ടടുത്തറിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര ദാനം ചെയ്താലും എത്ര തപസ് ചെയ്താലും അല്ലെ, ദാനവ്രത തപോ ഹോമ ജപ സ്വാധ്യായ സംയമേഹി, ജപം ചെയ്താലും ഒന്നും അതിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. അത് ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഈശ്വര ഭാവത്തിലേക്ക് അവർ ഉയർന്നു. അവിടെ ഇപ്പം പ്രധാനമന്ത്രിയായിട്ട് ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ അനുഭൂതിയാണ് ഗോപികളുടെ അടുത്ത്. അതാണ് ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അവിടെ, അല്ലെ. താൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കി തരണമെങ്കിൽ, അല്ലെങ്കിൽ കൃഷ്ണൻ ആരാണെന്ന് അറിയണമെങ്കിൽ ആരുടെ അടുത്ത് ചെല്ലണം? അല്ലെ, ഭക്തന്മാരുടെ അടുത്തേക്ക് ചെല്ലണം. നമ്മൾ പറയാറില്ലേ, ഇപ്പൊ എന്തുകൊണ്ടാണ് വൃത്രാസുരനൊക്കെ ദാസാനുദാസോഹം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? എല്ലാവരും വിചാരിച്ചു ഭയങ്കര അല്ലെ, ഒരു സഹതാപത്തോടു കൂടിയാണ് പറഞ്ഞതെന്ന്. അല്ല, ഭഗവാനെ അറിയണമെങ്കിൽ ഭക്തന്മാരുടെ അടുത്ത് ചെന്നാലേ നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. ഭഗവാന്റെ അടുത്തല്ല ചെല്ലേണ്ടത്. അതുകൊണ്ടാണ് ഈ മഹത്തുക്കളെയൊക്കെ സേവിക്കണം, സത്സംഗത്തിലേക്ക് ചെല്ലണം. അവിടെയാണ് ഭഗവാനെ കുറിച്ച് അറിയാൻ നമുക്ക് സാധിക്കുക. നമുക്ക് നേരിട്ട് ഭഗവാന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുമോ ഭഗവാനെ? ഇല്ലേ, അറിയാൻ സാധിക്കുമോ? ഇല്ല. ഭഗവാനെ അറിയണമെങ്കിൽ ഭഗവാനെ അറിഞ്ഞിട്ടുള്ള ഭക്തന്മാരുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഭഗവാന്റെ കഥകൾ കൂടുതൽ കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഭഗവാൻ നമ്മളോട് നേരിട്ട് പറയുമോ? നമുക്ക് ഒരാളെ അറിയണമെങ്കിൽ അയാളുടെ അടുത്ത് ചെന്നാൽ അറിയാൻ സാധിക്കുമോ? ഇല്ല. അയാളെ കൂടുതൽ പരിചയമുള്ള ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് അയാളുമായിട്ടുള്ള സഹവർത്തിത്വത്തിൽ അയാൾക്ക് അനുഭവപ്പെട്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഭക്തൻ അനുഭവപ്പെട്ടതായിട്ടുള്ള അനുഭവങ്ങളെ നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് ഭഗവാനെ കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളില് നമുക്ക് അറിയാൻ സാധിക്കുക. അങ്ങനെ ഉദ്ധവൻ ഗോപികമാരുടെ അടുത്ത് നിൽക്കുമ്പോൾ കണ്ണനെ കൂടുതൽ കൂടുതൽ അറിയുന്നു. പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പം അടുത്ത് നിൽക്കുമ്പോൾ ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല.
അതിൽ കൂടുതൽ അനുഭവമാണ് ഭക്തന്മാരുടെ അടുത്ത് നിൽക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇന്ന് ഭക്തന്മാരൊക്കെ ഈ ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുവാൻ വേണ്ടി കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. സജ്ജനങ്ങൾ അങ്ങനെയാണ് എപ്പോഴും. ഭക്തന്മാരിലൂടെ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളുടെ ഉള്ളിൽ ആത്മഭാവത്തിലൂടെ ഇരിക്കുന്ന ഭഗവാനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നതോടെ അല്ലേ. അപ്പൊ ഇതൊന്നും നമുക്ക് ഒരിക്കലും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമുക്കറിയാമല്ലേ, മാതാ അമൃതാനന്ദമയി അല്ലേ, സായി ബാബ, എത്ര 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 മഹാത്മാക്കളെ ഇന്ന് ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് അനുഭവിക്കുന്നവര്. എന്തേ അവരൊക്കെ അത് അനുഭവിക്കാൻ കാരണം? അവരിലൂടെ ആ ഈശ്വര മഹിമയെ കൂടുതൽ 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 സ്പർശിക്കാൻ സാധിക്കുന്നു. ഈശ്വരനോട് അടുക്കുമ്പോൾ അത് പറ്റില്ല. ഈശ്വരനോട് അടുക്കുമ്പോൾ ഈശ്വരനൊക്കെ വല്ലതും പറഞ്ഞു തരുമോ? ഒന്നും പറഞ്ഞു തരുന്നില്ല. പക്ഷെ ഈ ഈശ്വര മഹത്വത്തെ മുഴുവൻ ഈ ഭക്തന്മാരിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ ആ ഉദ്ധവൻ പറയുകയാണ്, ഹേ ഗോപികമാരെ, നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം ഭഗവാൻ തന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദേശം ഇനി പറയുകയാണ് 29ാമത്തെ ശ്ലോകം മുതല്. ശ്രീ ഭഗവാനുവാച ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിൽ യഥാ ഭൂതാനി ഭൂതേഷു ഖം വായു അഗ്നിർജലം മഹി തഥാഹം ച മനഃ പ്രാണഭൂതേന്ദ്രിയ ഗുണാശ്രയ. ഗോപികമാരോട് മാത്രം പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ എന്നുള്ളത് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ പറയാണ്, ഹേ ഗോപികമാരെ, ഞാൻ എവിടെയാണ് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത്? യഥാർത്ഥത്തില് ഈ ഭഗവാനും ഗോപികമാരും ഒന്നാണെന്നുള്ള ഒരു ഐക്യബോധ്യത്തെ അത് ഗോപികമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ അല്ലെ. അവിടെ പറയുന്നുണ്ട്, ഭവതീനാം യോഗോമേ നഹി സർവാത്മനാ ക്വചി. എല്ലാവരുടെ ഉള്ളിലും ആത്മസ്വരൂപത്തോടുകൂടി ഇരിക്കുന്ന ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതായിട്ടുള്ള ഹേ ഗോപികളെ, എന്റെ വിയോഗം എങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുക? കാരണം എന്താണ്? നിങ്ങളും ഞാനുമായിട്ട് എന്താ വ്യത്യാസം ഇല്ലേ? അവിടെ പറയുന്നുണ്ട്, യഥാഭൂതാനി ഭൂതേഷു ഖം വായു അഗ്നിർജലം മഹി. അവിടെ ആകാശമായിട്ടും വായുവായിട്ടും അഗ്നിയായിട്ടും ജലമായിട്ടും ഒക്കെയുള്ള പഞ്ചഭൂതങ്ങള് എങ്ങനെയാണോ ഒരു ശരീരത്തിൽ കുടികൊള്ളുന്നത്, അല്ലെങ്കിൽ ത്രിഗുണങ്ങൾ എങ്ങനെയാണോ കുടികൊള്ളുന്നത്, അവരുടെ കൂടെ തന്നെ ആത്മഭാവത്തിൽ ഇരിക്കുന്നത് ആരാണ് ശരിക്ക്? അല്ലെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളെയും ഈ ഇന്ദ്രിയങ്ങളെയും അല്ലെങ്കിൽ ഈ ദശേന്ദ്രിയങ്ങള്, തന്മാത്രകള്, ഇതിനെയൊക്കെ ചലിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആത്മഭാവത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ പോലും ഓർക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഞാനും നിങ്ങളുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല അവിടെ. അപ്പം ഈ പ്രാണനും മനസ്സും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളും ഒക്കെ എന്നെ അവലംബിച്ചുകൊണ്ട്, ഈ ആത്മഭാവത്തിലിരിക്കുന്ന എന്നെ അവലംബിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത് അവിടെ. അപ്പൊ അങ്ങനെയാവുമ്പം നമ്മൾ തമ്മില് പ്രത്യേകിച്ച് വേറൊരു രീതിയിലും നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ല അവിടെ. പിന്നെയോ, ആത്മന്യേവ ആത്മനാത്മാനം സൃജേഹ്യന്യനുപാലയേ ആത്മമായ അനുഭാവേന ഭൂതേന്ദ്രിയ ഗുണാത്മന. അതുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നാം നമ്മിൽ തന്നെ ഇവിടെ ഈ പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം തുടങ്ങിയതായിട്ടുള്ള പഞ്ചഭൂതങ്ങള്, പിന്നെയോ ശ്രോത്രം, ത്വക്ക് തുടങ്ങിയതായിട്ടുള്ള ദശേന്ദ്രിയങ്ങള്, അവയുടെ ഗുണങ്ങളായിട്ടുള്ള സാത്വിക, രാജസ, താമസ ഭാവങ്ങള്, അങ്ങനെയുള്ള ഭാവങ്ങള്, ഇതിനോട് കൂടിയിട്ടുള്ള ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ തന്നെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മസ്വരൂപേണ വർത്തിക്കുന്നത് ഞാൻ തന്നെയാണ് എന്നുള്ളൊരു സത്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ശരിക്കും. പിന്നെ എവിടെയാണ്? അപ്പം അതാണ് യഥാർത്ഥത്തില് ഈ മായയോട് ഇണങ്ങാതെ നിങ്ങളുടെ ഉള്ളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തമ്മില് വേർതിരിയുന്നില്ല എന്നും നിങ്ങളുടെ കൂടെ എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? എന്നെക്കുറിച്ച് ഓർക്കാൻ കാരണം എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടല്ലേ. അപ്പൊ സദാസമയവും എന്നെക്കുറിച്ച് ഓർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വ്യക്തമായിട്ട് അറിഞ്ഞു എന്നുള്ളൊരു ഭാവം മനസ്സിലാക്കുക അവിടെ.
അതുകൊണ്ട് ജാഗ്രം, സ്വപ്നം, സുഷുപ്തി ഈ അവസ്ഥകളിലൊക്കെ ആ ആത്മാവായിക്കൊണ്ട് അല്ലെ ഓരോരോ രീതിയിൽ ജാഗ്രതത്തിൽ എങ്ങനെയാണ് വിശ്വരൂപമായിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വനായിക്കൊണ്ട് ലോകമായിക്കൊണ്ട്, പിന്നെയോ ജാഗ്രത സ്വപ്നത്തിൽ എങ്ങനെയാണ് തൈജസ ഭാവത്തിലൂടെ, തൈജസൻ എന്നുള്ള ഒരു ഭാവത്തിലൂടെ, പിന്നെ സുഷുപ്തി, ആ സുഷുപ്തിയില് അല്ലെ പ്രാജ്ഞൻ എന്ന് പറയും, ജ്ഞാനഭാവത്തിലൂടെ ഒക്കെ എപ്പോഴും ക്രമത്തില് നിങ്ങൾക്ക് കാണാൻ എന്നെ സാധിക്കും. അപ്പം ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ഒക്കെ ഓരോരോ രീതിയിലാണെന്ന് മാത്രം. വിശ്വൻ, അതുപോലെ തന്നെ തൈജസൻ, പ്രാജ്ഞൻ എന്നുള്ള രീതിയിലൊക്കെ. അപ്പം എല്ലാ ശരീരികളും എന്താണ് ഈ എൻ്റെ ഈശ്വരാംശം അനുഭവപ്പെട്ടവരാണ് അല്ലേ? അപ്പം അങ്ങനെ ആ ഒരു സത്യത്തെ ഉറപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ദേഹികൾക്കും എന്താണ് ഈശ്വരൻ ഒന്ന് വേറെയാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് എത്താൻ സാധിക്കുകയില്ല. ഗോപികമാരെ, വിയോഗം എന്നുള്ളത് ഇല്ല അവിടെ. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നത്. അപ്പൊ എവിടെയാ ഞാൻ വിട്ടുപോകുന്നത്? നിങ്ങൾക്ക് സദാസമയം എന്നെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയാണ് സ്ഥിരം. ആ ഒരു ഭാവത്തിലാണ് നിങ്ങളിപ്പോ. അതുകൊണ്ട് ഒരിക്കലും വിയോഗം അവിടെ സംഭവിക്കുന്നില്ല എന്നത് അവിടുന്ന് മനസ്സിലാക്കുക. ഞാനും താനും എല്ലാം ഈശ്വരാംശം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈശ്വരനും താനും ഭിന്നം ആണെന്നുള്ള ഒരു തോന്നൽ തന്നെ നിങ്ങളുടെ ഉള്ളില് വരേണ്ട ആവശ്യമേ ഇല്ല അവിടെ. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വിയോഗം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നുള്ളൂ. കാരണം അതില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്? രണ്ടും രണ്ടല്ല എന്ന് പറയാണ്. ഭീഷ്മസ്തുതിയിൽ അവസാനം പറയല്ലേ, തമിമോഹമജം, ആ ശരീരവും എല്ലാം ഭഗവാനും താനുമായിട്ട് വ്യത്യാസമില്ല എന്നുള്ള രീതിയിൽ അവിടെ ആ ഭീഷ്മര് അവസാന സ്തുതിയിൽ അവിടെ പറയും. അവിടെ അല്ലെ, അവിടെ ആ സ്തുതി അങ്ങോട്ട് പൂർത്തിയാകുന്ന സമയത്ത് തമിമഹമജം ശരീരഭാജാം ഹൃദിധിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂത ഭേദമോഹ. അപ്പം അവിടെ താനും ഈശ്വരനും രണ്ടും രണ്ടല്ല എന്നുള്ള ഒരു സത്യത്തെ അവിടെ കാണിച്ചു തരികയാണ് ശരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്ന് അവിടുന്ന് മനസ്സിലാക്കണം എന്ന് അവിടെ പറയുന്നു അവിടെ. പിന്നെയോ അപ്പം ആ ഒരു അനുഭവത്തില് അങ്ങ് സമാധാനിക്കുകയാണ് വേണ്ടത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്നുള്ളൊരു സത്യത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അവിടെ. അപ്പം ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ഈ വികാര വിചാര ഭേദങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ ആത്മാവിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാല് ആ ആത്മാവൻ ഈശ്വരനിൽ നിന്ന് ഭിന്നമല്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ ഭഗവാൻ തന്നെയാണ് താൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയവരാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ. അപ്പോൾ അതിനെ ആവരണം ചെയ്യുന്നതായിട്ടുള്ള ഈ ഒരു ശരീരം, ദേഹം എന്നുള്ളതൊക്കെ അതൊക്കെ എന്താണ്? മായാകൽപിതമാണ് എന്ന് മനസ്സിലാക്കുക. ഈ മായയ്ക്ക് ഒരിക്കലും എന്താണ് ഞാനുമായിട്ടൊരു ബന്ധം ഒരിക്കലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ആത്മാവും ഈശ്വരനും ഒന്നാണെന്നും അത് ബോധ്യമായി കഴിഞ്ഞാൽ എന്താണ് അവിടെ വിയോഗമോ വിരഹമോ അതിനൊന്നും എന്താണ് സാധ്യതയില്ല. ഇത് അധ്യാസം ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഉദ്ധവനെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അവിടെ. അപ്പൊ താൻ ആത്മസ്വരൂപത്തില് അവരിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഭാവത്തെ അവിടെ ഭഗവാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അവിടെ. അപ്പം അവിടെ സപ്തമസ്കന്ധത്തിൽ പറയുന്നുണ്ട്, ആ നാരദന്റെ എന്താണ് പ്രഹ്ലാദൻ എവിടുന്നാണ് ഈ ഒരു ഇത് കിട്ടുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. തന്റെ ഗുരുനാഥൻ നാരദനാണെന്നുള്ളത് അവിടെ പറയും. ആത്മാനിത്യോവ്യയ ശുദ്ധ ഏകക്ഷേത്രജ്ഞാശ്രയ അവിക്രിയസ്വദൃഹേതുർവ്യാപകോ സംജ്ഞനാവൃത. ആത്മാനിത്യോവ്യയ ശുദ്ധ ഏകക്ഷേത്രജ്ഞാശ്രയ. ഈ ക്ഷേത്രജ്ഞനായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, അതിനെ മാത്രമേ ആശ്രയിക്കാനുള്ളൂ. അല്ലേ? നമ്മളെന്നും ഇത് എന്താണ് ധ്യാനത്തിൽ പറയാറുള്ളത് പോലെ ആശ്രയിക്കേണ്ടത് എവിടെയാണ് ശരിക്ക്?
തൻ്റെ ഉള്ളിൽ തന്നെ തന്നെ ചെയ്യിപ്പിക്കുന്നതായിട്ടുള്ള ആത്മസ്വരൂപേണ വർത്തിക്കുന്നതായിട്ടുള്ള എന്നെ തന്നെ ആശ്രയിക്കൂ. മയ്യാവേശ്യ മനോയേ മാം, അല്ലെ, എന്നെ തന്നെ ആശ്രയിക്കൂ. ആത്മാ നിത്യോ അവ്യശുദ്ധ, എന്നും അവ്യയമായിട്ടുള്ള സദാസമയവും ശുദ്ധമായിട്ടുള്ള ഏക ക്ഷേത്രജ്ഞാശ്രയ, അതേ ഉള്ളൂ ശുദ്ധമായിട്ടുള്ളത്. അല്ലെ, നമ്മളുടെ ഉള്ളില് ഇരിക്കുന്നതായിട്ടുള്ള നമ്മളുടെ മാലിന്യങ്ങളെ എല്ലാം മാറ്റി, മനോമാലിന്യങ്ങളെയൊക്കെ മാറ്റി നമ്മളുടെ കർമ്മങ്ങൾക്ക് ചെയ്യുന്നതായിട്ടുള്ള ബോധസ്വരൂപനെ കുറിച്ച് നമുക്കറിയാൻ സാധിക്കുമ്പോൾ അത് മാത്രമേ ശുദ്ധമായിട്ടുള്ളൂ ഒരു ആ ബോധസ്വരൂപൻ. അപ്പൊ അങ്ങനെയുള്ള അവിക്രിയ സ്വദൃഹേതുർ വ്യാപകോസംഖ്യ അനാവൃത. അപ്പം ഈ ആവൃതമായിട്ടുള്ള ഈ മായാ ബന്ധങ്ങളെയൊക്കെ അനാവൃതമാക്കിക്കൊണ്ട്, ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ശുദ്ധമായിട്ടുള്ള ആ സച്ചിദാനന്ദ സ്വരൂപമായിക്കൊണ്ട് നമ്മളുടെ ഉള്ളിൽ ആത്മസ്വരൂപേണ വർത്തിക്കുന്നതായിട്ടുള്ള എന്നെ അവിടുന്ന് മനസ്സിലാക്കൽ തന്നെയാണ്. അതാണ് പരമമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്നിലും നമുക്ക് അറിയാൻ സാധിക്കില്ല മായയെ ബന്ധപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത്. ഇത് നമുക്ക് ഉറപ്പായിട്ട് പറയാം. ഇല്ലേ, ഇത് നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും മാറ്റിവെച്ച് കഴിഞ്ഞാൽ, മായകളെയൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ശോഭിക്കുന്നതായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഏക വസ്തു എന്നുള്ളത് ക്ഷേത്രജ്ഞാശ്രയ. അങ്ങനെയുള്ള ആ ക്ഷേത്രജ്ഞനാണ് ഞാൻ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അല്ലെ, ഗുരു ഭഗവാൻ എന്താണ് ആ സന്ദേശത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നത്? ആ ജ്ഞാനോപദേശം ഗ്രഹിക്കുവാനുള്ള ഒരു പക്വത ഈ ഭക്തിയിലൂടെ ഗോപികമാര് നേടിയിട്ടുണ്ട് എന്ന് ബോധിപ്പിക്കലാണ് യഥാർത്ഥത്തില്. ഇതാരെ ബോധിപ്പിക്കാനാണ് ശരിക്കും? ഗോപികമാരെയാണോ? അല്ല, തന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഉദ്ധവനെ ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ സന്ദേശം അവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ, അത് പകർന്നു കൊടുത്താൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആർക്കേ പറ്റുള്ളൂ, അത് ഗോപികമാർക്കേ സാധിക്കുള്ളൂ അവിടെ. അങ്ങനെ പറഞ്ഞു. എന്നിട്ടോ, ഏനേന്ദ്രിയാർത്ഥാൻ ധ്യായേത മൃഷാ സ്വപ്നവദുദ്ധിത തന്നിരുന്ധ്യാദിന്ദ്രിയാണി വിനിദ്ര പ്രത്യപദ്യത. നമ്മള് ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും സ്വപ്നത്തിൽ കണ്ടതിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം അതൊക്കെ എന്താണ്? കേവലം, അല്ലെ, ഇല്ലാത്തതാന്ന് പറയാൻ പറ്റൂ? നമ്മളൊക്കെ ദൃക്സാക്ഷിയായിട്ട് കണ്ടത് ഓർത്തു ഇരിക്കുന്നുണ്ട്, അപ്പൊ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ലെ, അപ്പൊ സ്വപ്നത്തിലുള്ളൊക്കെ മിഥ്യയാണ് എന്ന് പറയാണ്. ശങ്കരാചാര്യ സ്വാമികളും പറയുന്നത് എന്താണ്? ഈ ജാഗ്രതത്തിൽ കാണുന്നതൊക്കെ മിഥ്യാരൂപേണ നിങ്ങൾ കാണാൻ സാധിക്കുക, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മളുടെ ഗോചരമായിട്ട് കാണുന്നത് ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ? സ്വപ്നത്തിൽ കണ്ടതും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. കാരണം നമ്മൾ കണ്ടതാണ് നമ്മള്. ഇനി ആർക്കും അതിനെ ഖണ്ഡിക്കാൻ സാധിക്കുകയില്ല. എന്നാലോ ഇപ്പൊ ഉണ്ടോ അത്? നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. ഈ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയാണ് നമുക്ക് മൺമറിഞ്ഞു പോയതായിട്ടുള്ള നമ്മളുടെ അച്ഛനും അമ്മയും മറ്റു നമ്മളോട് വേണ്ടപ്പെട്ടവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടെന്ന് ഇനി പറഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? അവിടെ ഒന്നും കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അത് മിഥ്യ തന്നെ ആയിരുന്നു എന്നുള്ള ഉറപ്പിക്കുകയാണ് അവിടെ. അപ്പം അങ്ങനെ മിഥ്യയായിട്ട് വിലയിരുത്തും. അപ്രകാരം തന്നെ ഈ മനസ്സുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഏതേത് ഇന്ദ്രിയങ്ങളിൽ എന്താണ് ഇന്നിന്നത് നേടണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ എന്താണ്? യഥാർത്ഥത്തില് നമ്മളുടെ ഉള്ളിലുള്ള ഈ മനസ്സാണ് അതിന് തീരുമാനിക്കുന്നത് പറയണം. അപ്പം ആ ഇന്ദ്രിയങ്ങളൊക്കെ മനസ്സിനോട് ഇടപെട്ടുകൊണ്ട് അതാത് അർത്ഥങ്ങൾ നേടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ള ആ മനസ്സിനെ ജാഗ്രതയോടുകൂടി നമ്മൾ നിയന്ത്രിക്കണം എന്ന് പറയാണ്. ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ വിചാരിച്ചാലേ സാധിക്കുള്ളൂ. അപ്പം ആ ജാഗ്രത അവസ്ഥയില് സ്വപ്നം, മിഥ്യ, ഇതൊക്കെ ഈ മനസ്സിന്റെ ഏകാഗ്രതയില് ഇന്ദ്രിയാർത്ഥങ്ങളിലേക്കുള്ള ഇച്ഛ, ഇതെല്ലാം എന്താണ്? മിഥ്യയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇതെല്ലാം ഇതൊക്കെ ഉള്ളതാണ്. നമ്മൾ സ്വപ്നം കണ്ടതാണ്, തീർച്ചയായിട്ടും നമ്മൾ കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതില്ലാന്ന് പറയാൻ സാധിക്കില്ല. അത് വേറെ ആർക്കും സാധിക്കില്ല, നമുക്കും പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? അതിനനുസരിച്ച് നമുക്ക് പിന്നെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോ എന്തായി? ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായി അവിടെ. അപ്പൊ ഇതൊക്കെ എന്താണ് ശരിക്കും? അത് കണ്ടതും മനസ്സ്, പിന്നെയോ ഇനി ഇതല്ല എന്ന് പറയുന്നത് മനസ്സ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ മനസ്സ് തന്നെ ആണെന്നും അല്ല എന്നും ഒരേ സമയത്ത് പറയുന്നുണ്ടെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുവാൻ വേണ്ട ഈ
മനോനിയന്ത്രണം അത് പൂർണ്ണമായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള കർമ്മങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വൈദിക കർമ്മങ്ങള് ആവശ്യമില്ലെന്ന് തോന്നി നമ്മളത് അവസാനിപ്പിക്കും. അല്ലെങ്കിലോ വൈദിക കർമ്മങ്ങള് പൂർണ്ണമായിട്ട് അനുഷ്ഠിച്ചാൽ അവയും എന്താണ് മനോനിയന്ത്രണത്തിലേക്ക് നയിക്കും എന്നവിടെ കാണിക്കുകയാണ്. അപ്പം ഇവിടെ പറയാണ് ഏതദന്ത സമാംനായോ യോഗ സാഖ്യം മനീഷിണാം ത്യാഗസ്തപോദമസത്യം സമുദ്രാന്ത ഇവാപഗ. അവിടെ പറയാണ് അപ്പം യോഗം, സാഖ്യം, അതുപോലെ ത്യാഗം, തപസ്, ദമം, ശമം തുടങ്ങിയതായിട്ടുള്ള സത്യ അഹിംസ, സത്യം, അസ്തയം തുടങ്ങിയതായിട്ടുള്ള എല്ലാം ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ ഈ മനസ്സിനെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ. അപ്പം ആ മനോനിയന്ത്രണത്തിലേക്കുള്ള പന്ഥാവുകളാണ് ഈ പറഞ്ഞതായിട്ടുള്ള ശമദമാദികളൊക്കെ തന്നെ. അപ്പം ഇതിന്റെ ഒക്കെ പര്യവസാനം എന്താണ്? മനോനിയന്ത്രണം. ഇത് അതിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. അപ്പം നദികളെല്ലാം എങ്ങനെയാണോ ഈ സമുദ്രത്തിലേക്ക് ഒഴുകി 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 അത് അവിടെ ചെന്ന് അതിലേക്ക് ചേർന്ന് അതിൽ തന്നെ അടങ്ങുന്നത് എങ്ങനെയാണോ അതേപോലെ ആ മനോനിയന്ത്രണത്തില് ഇതെല്ലാം ചെന്ന് പര്യവസാനിക്കുന്നു എന്ന് പറയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിനൊക്കെ സാക്ഷിയായിട്ടിരിക്കുന്നത് ആരാണ്? അതിനൊക്കെ സാക്ഷിയായിക്കൊണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആത്മസ്വരൂപേണ അവിടെ വർത്തിക്കുന്നു. യത്വഹം ഭവതീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം മനസ്സന്നികർഷാർത്ഥം മതനുധ്യാനകാമ്യയാം. അതുകൊണ്ട് ഞാൻ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്ര ദൂരത്ത് ഇരിക്കുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്ക്? എന്നെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പം മാനസികമായിട്ടുള്ള ഒരു അടുപ്പത്തിന് വേണ്ടിയിട്ടും നിരന്തരമായിട്ടുള്ള എന്നെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് യഥാർത്ഥത്തിൽ നിങ്ങളിൽ നിന്ന് ഞാൻ ദൂരെ ഒന്ന് മാറിയിരിക്കുന്നത്. അതാണ് ഭഗവാൻ എന്താ ഗോപികമാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയൊരു കാരുണ്യമാണ് യഥാർത്ഥത്തില് ഭഗവാൻ അവരിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ, നമ്മൾക്ക് അടുക്കും തോറും അകലും എന്ന് പറയും. എന്ന് പറഞ്ഞാല് അകന്നു നിൽക്കുമ്പോഴാണ് എന്താണ് കൂടുതൽ നമുക്ക് അവരോട് അടുക്കാൻ എപ്പോഴും ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. എപ്പോഴും ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അത് സാധിക്കില്ല. അപ്പം തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ പ്രിയതമ അത് അരികത്തിരിക്കുമ്പോഴുള്ളതിനേക്കാൾ അധികം അഭിലാഷം നമുക്ക് എങ്ങനെയാണ്? അവര് ദൂരെ ഇരിക്കുമ്പോഴാണ് അവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അവരോട് കൂടുതൽ സംസാരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. അകലെ ഇരിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തില് ശരിക്കും പറഞ്ഞാൽ ഇത് പെണ്ണുങ്ങളുടെ ഒരു മനഃശാസ്ത്രമാണെന്ന് വേണേൽ പറയാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അവരുടെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണ്. ദൂരെ ഇരിക്കുന്നവരെ കുറിച്ച് കൂടുതൽ ചിന്തകളാണ്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇല്ല എന്നാണ് പറയുന്നത്. അവരുടെ പൗരുഷം കൊണ്ടോ അവരുടെ ബുദ്ധി കൊണ്ടോ അവർക്ക് അതിനെക്കുറിച്ച് അത്ര കണ്ട് അങ്ങോട്ട് ചിന്തിക്കുകയില്ല. അവരുടെ പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല എന്നാ പറയാം. ദൂരെ തന്നിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ കൂടുതൽ ചിന്ത, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തവില്ല. മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിരന്തരം ഭഗവാനിൽ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നിൽ തന്നെ നിങ്ങൾക്ക് മനസ്സ് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, ധ്യാനിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതെന്നും എന്നും നിങ്ങൾക്ക് അതൊരു സമാധാനമാകും, അനുഭവമാകും. അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് കൂടുതലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയായിരുന്നു ഗോപികാഗീതത്തിന് കാരണമായിട്ടുള്ള കാര്യം. അത് ഭഗവാൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്യാനുള്ള കാരണം അത് തന്നെയായിരുന്നു. ഇവരുടെ ഉള്ളിൽ കൂടുതലായിട്ട് എന്നെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തത് ശരിക്കും. അപ്പം ആ വൃന്ദാവനത്തില് മയ്യാവേശമനഃകൃഷ്ണം വിമുക്താശേഷവൃത്തിയിൽ അനുസ്മരന്ത്യാമാം നിത്യമജിരാൻ മാമുപേക്ഷ്യത. അപ്പം എന്നെ സദാസമയവും നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സമാധാനം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഞാൻ അകന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. യാമയാ ക്രീഡതാരാത്രിയാം വനേസ്മിൻ വ്രജ അസ്ഥിതാഹ അലബ്ധരാസാ കല്യാണ്യോ മാപുർമത് വീര്യചിന്തയാ. അന്ന് ആ ശരത്കാലത്ത് ആ യമുനയുടെ തട്ടില് വൃന്ദാവനത്തില് നാം രാത്രികാലങ്ങളില് രാസലീലയിലൊക്കെ നമ്മൾ വ്യാപൃതമായ സമയത്ത് അവിടെ സന്നിഹിതരാകുവാൻ സാധിക്കാതെ വന്നതായിട്ടുള്ള ഗോപികമാർക്കൊക്കെ എന്താ അവർക്കൊക്കെ ഉണ്ടായത്? അവർക്കൊക്കെ സദ്യോമുക്തി ലഭിച്ചു എന്ന് പറയാണ്.
വരാത്തവർക്കാണ് വേഗം ഭഗവാനിലേക്ക് എത്താൻ സാധിച്ചത്, അല്ലെങ്കിൽ ആ ഭാവത്തിലേക്ക് എത്താൻ സാധിച്ചത്. ആ വൃത്താന്തമൊക്കെ ഇതാ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഭഗവാൻ, അല്ലെ? അലബ്ധരാസ കല്യാണ്യോ മാപൂർമത് വീര്യചിന്തയാ. എന്റെ വീര്യത്തെ ചിന്തിച്ച് 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 അന്ന് എങ്ങനെയാണോ ആ രാസമണ്ഡലത്തിൽ വരാൻ സാധിക്കാത്തവർക്കൊക്കെ മുക്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ പോലെ ഇന്ന് നിങ്ങൾ എന്നെ കുറിച്ച് തന്നെ സദാസമയവും ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആനന്ദം, നിത്യാനന്ദം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇല്ലേ ദൂരെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അത്രേ ഉള്ളൂ അവിടെ. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടായി ഇപ്പൊ ഭഗവാൻ ഇപ്പം വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോയത്? ഗോപികമാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയേണ്ടി വരും അവിടെ, അല്ലെ? അപ്പൊ താനും അവരും തമ്മില് ഭേദമില്ല എന്നും അവരും തന്നെ പോലെ ആത്മസ്വരൂപികൾ തന്നെയാണ് എന്നും ഒക്കെ ഭഗവാൻ ആ വിരഹ വേദനകൾക്കൊക്കെ അവിടെ അർത്ഥമില്ല, അതൊക്കെ മായാകൽപിതമാണ് എന്നൊക്കെ അവിടെ സമർത്ഥിച്ചതിന് ശേഷം ആ വിരഹമാണ് യഥാർത്ഥത്തില് ധ്യാനത്തിന് കാരണമാകുന്നത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വിരഹം അല്ലേ യഥാർത്ഥത്തിൽ ഭഗവാനെ കുറിച്ച് കൂടുതൽ 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 ചിന്തിക്കാൻ വേണ്ടിയിട്ടൊരു കാരണമാകുന്നത്. യഥാർത്ഥത്തില് ഈ ഒരു പാഠം ഭഗവാൻ പഠിപ്പിച്ചതായിട്ടുള്ള ഈ ഒരു പാഠം നമുക്ക് കൂടി ഒരു ജീവിതത്തിൽ വലിയൊരു പാഠമാണത്. നോക്കൂ, ഗോപികമാർ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ദുഃഖത്തിന് കാരണം ഭഗവാനെ വിളിക്കാനാണ് എങ്കിൽ, ഭഗവാനെ കുറിച്ച് ഓർക്കാനാണ് എങ്കിൽ കുന്തി ദേവി സ്തുതിച്ചത് തന്നെയല്ലേ? വിപതസ്തന്തു നശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ, അല്ലേ? എനിക്ക് വിപത്തുക്കൾ വന്നോട്ടെ കണ്ണാ, വിരോധമില്ല. എനിക്ക് കണ്ണനെ എനിക്ക് എപ്പോഴും ചിന്തിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവണം. അപ്പൊ സത്യത്തില് നമുക്ക് വരുന്ന ദുഃഖങ്ങൾ ശരിക്ക് ആലോചിച്ചു നോക്കിയാൽ എന്താണ്? ഭഗവാന്റെ കാരുണ്യമല്ലേ? ആലോചിച്ചു നോക്കൂ. ദുഃഖം കാരുണ്യാണെന്ന് വിചാരിക്കുക. ഗോപികമാരെ ഭഗവാൻ പഠിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ഈ വിരഹം എന്നുള്ളത് എന്നെ ധ്യാനിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പന്ഥാവാണ് ശരിക്ക്. എന്നെ കുറിച്ച് ചിന്തിക്കുവാൻ, എന്നെ കുറിച്ച് സദാസമയവും നിങ്ങളുടെ മനസ്സിൽ താലോലിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണമായത് എന്താണ് ശരിക്ക്? ഈ ഒരു അല്ലെ വിരഹം, ഈ ഒരു അകൽച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ. അപ്പം തദ്വാര അതിലൂടെ എന്താണ് മുക്തിക്കും ഭഗവത് പ്രാപ്തിക്കും ഒക്കെ ക്ഷണനേരം കൊണ്ട് സാധ്യമാവുകയാണ് എന്ന് പറയാണ്. ക്ഷണനേരം കൊണ്ട് സാധിക്കുന്നത്. അപ്പം ആ രാസക്രീഡയ്ക്ക് വരാൻ വേണ്ടിയിട്ട് വിലക്കപ്പെട്ടതായിട്ടുള്ള ഗോപികമാരുടെ ഒക്കെ അല്ലെ ആ സദ്യോമുക്തി പ്രമാണമാക്കിക്കൊണ്ട് അവിടെ ഗോപികമാരെ അവിടെ ഉറപ്പിച്ചു കൊടുക്കുകയാണ് ആ ഒരു സന്ദേശം. ഈ ഒരു സന്ദേശത്തിലൂടെ അവരെ സംബന്ധിച്ചിടത്തോളം എത്ര സമാധാനത്തിലേക്ക് എത്തുകയാണ് അവിടെ. യഥാർത്ഥത്തിൽ ഗോപികമാരെ പഠിപ്പിക്കാനാണോ അത്? അല്ല ശരിക്ക്. പിന്നെന്താണ്? ഉദ്ധവനെയും കൂടി പറഞ്ഞു കൊടുക്കണം, ഉദ്ധവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഉദ്ധവൻ വിചാരിച്ചു അല്ലെ ഭഗവാൻ ഇനി ഉദ്ധവോപദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏകാദശത്തില് ഭഗവാനിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അപ്പോഴും ഉദ്ധവന്റെ ഉള്ളിൽ ആ മായ കൊണ്ട് ഉണ്ടാകുന്ന ദുഃഖം അത് വരരുത്. അത് വരാതിരിക്കുവാൻ വേണ്ടി ഇപ്പോഴേ ഗോപികമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു ഭക്തിയുടെ ആനന്ദത്തെ, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ആ ഈശ്വര തത്വത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഗോപികമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉദ്ധവനെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഉദ്ധവനെയും കുറച്ചു നേരത്തേക്ക് ഒന്ന് അകറ്റി നിർത്തുകയല്ലേ യഥാർത്ഥത്തില്. അപ്പം ഈ മായാകൽപിതമായിട്ടുള്ള ഈ രൂപ ആകൃതി ഭേദങ്ങളൊക്കെ തന്നെ എന്താണ്? അതൊക്കെ മായയാണ്. അതിനെയൊക്കെ നമുക്ക് വിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളോട് തന്നെ ചേർന്നിരിക്കുന്ന ആ ബോധവസ്തുവായിട്ടുള്ള ഈശ്വരനെ മുറുക്കിപ്പിടിക്കാൻ സാധിക്കണം എന്ന് ഉറപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഗോപികമാർക്ക് ഭഗവാൻ തന്റെ സന്ദേശത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ദൂരെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്നെ കുറിച്ച് കൂടുതൽ 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 അടുക്കാൻ സാധിക്കുക. ഞാൻ അടുത്തുണ്ടെങ്കിൽ എന്തായി? അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സാധിക്കില്ല, അതറിയാൻ സാധിക്കില്ല. അപ്പം എന്നെ കുറിച്ച് എന്നോട് ചേർന്നിരിക്കുവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പൊ മധുരയിലേക്ക് ഞാൻ പോകുന്നത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നീട് ആ ഗോകുല സ്ത്രീകള് ഇപ്രകാരം ആ പ്രിയതമന്റെ സന്ദേശം കേട്ട് അദ്ദേഹത്തിന്റെ ലീലകളെയൊക്കെ അനുസ്മരിച്ച് അവരുടെ സമാധാനത്തിലേക്ക് എത്തിയ സത്യത്തിൽ ഭഗവാന്റെ വാക്കുകൾ മുഴുവൻ എത്തിയിട്ട് പിന്നെ ഉദ്ധവനോട് അവർ പറയുകയാണ്, ഉദ്ധവ, ഞങ്ങളെ കുറിച്ച് അവിടുന്ന് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായതായിട്ടുള്ള ലീലകളെ കുറിച്ചൊക്കെ ഭഗവാൻ ഉദ്ധവനോട് അവിടെ പറയാറുണ്ടോ?
ഈ യദുവംശത്തിലുള്ള യാദവന്മാരുടെയൊക്കെ ശത്രുവായിട്ടുള്ള, അവർക്ക് സദാസമയവും ദ്രോഹം ചെയ്യുന്നതായിട്ടുള്ള ആ കംസനെ നിഗ്രഹിക്കുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ യാത്രയുണ്ടായത്. ആ പരിവാരങ്ങളെയൊക്കെ നിഗ്രഹിക്കപ്പെട്ടതൊക്കെ എന്തായാലും അതൊക്കെ നന്നായി അവിടെ അല്ലെ. ദിഷ്ട്യാഹിതോഹത കംസോ യദൂനാം സാനുഗോഖകൃ ദിഷ്ട്യാപ്തേർലബ്ധ സർവാർത്ഥൈഃ കുശല്യാത്യച്യുതോധുനാ. അപ്പം ആ കംസനും പരിവാരങ്ങളും ഒക്കെ അവിടെ നിഗ്രഹിച്ചതും അതൊക്കെ നന്നായി അവിടുന്ന്. അതുകൊണ്ട് ഭഗവാൻ എല്ലാം നേടിക്കഴിഞ്ഞ് വേണ്ടപ്പെട്ടവരോടുകൂടി ക്ഷമയോടുകൂടി കഴിയുന്നു എന്ന് കേൾക്കുമ്പം അത് തന്നെ വലിയൊരു സന്തോഷം സത്യത്തില് അല്ലേ. കച്ചിൽ ഗതാഗ്രജ സൗമ്യ കരോതിപുര യോഷിതാം പ്രീതിം സ്നിഗ്ധ സംവ്രീഡ ഹസോദാരേക്ഷണാർച്ചിത. ആ ഗതന്റെ ശ്രേഷ്ഠനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ അല്ലെ സുഖമായിട്ട് അവിടെ സന്തോഷത്തോടുകൂടി മധുരാപുരിയിലെ ആ ഉത്തമ സ്ത്രീകള് സ്നേഹപൂർവം അവര് ലജ്ജാഭാവത്തോടുകൂടി ഉദാരവുമായിട്ടുള്ള നോട്ടം കൊണ്ടൊക്കെ ആ ഭഗവാനെ വേണ്ട പോലെ അവിടുന്ന് പ്രീതിപ്പെടുത്തുമ്പോൾ അല്ലെ, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് തെറ്റിദ്ധരിച്ചതായിട്ടുള്ള ആ അനുഭവങ്ങളെ മുഴുവൻ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള മധുരാവാസികളായിട്ടുള്ള ആ സ്ത്രീകള്, ഉത്തമ സ്ത്രീകള്. അപ്പം യഥാർത്ഥത്തിൽ ഞങ്ങൾക്കറിയാം ഇതിൻ്റെയൊക്കെ അനുഭവം എന്താണെന്ന്. അപ്പം അതിലൊന്നും വലിയ അത്ഭുതമില്ല. അതെ, കഥം രതിവിശേഷജ്ഞ പ്രിയശ്ചവരയോഷിതാം നാനുബധ്യേത തദ്വാക്യൈഃ വിഭ്രമിശ്ചാനുഭാജിതാം. അപ്പം ആ കാമക്രീഡകളിലൊക്കെ പ്രത്യേക ജ്ഞാനം ഉള്ളവരായിട്ടുള്ളവര് അങ്ങനെയുള്ള ആ കൃഷ്ണൻ ദാ തൻ്റെ ഉള്ളിലുള്ള പ്രീതി വരുത്തുന്നതായിട്ടുള്ള വാക്കുകളെ കൊണ്ടും ശൃംഗാര ചേഷ്ടകളെ കൊണ്ടും ഒക്കെ അവരുടെ ആ സ്വാധീന വലയത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഒരു സംശയമില്ല എന്നാണ് പറയുന്നത്. ഈ നഗരവാസികളായിട്ടുള്ള മധുരയിലെ സ്ത്രീകളല്ല, ഇനി ആരുടെ അടുത്ത് ചെന്നാലും ഭഗവാൻ എന്താണ് അല്ലെ. നമുക്ക് ആ പ്രഥമ സ്കന്ധത്തിൽ നമ്മൾ കണ്ടു, ഭഗവാൻ തിരിച്ച് ദ്വാരകയിൽ വന്നപ്പോൾ തൻ്റെ പത്നിമാരുടെ ഒക്കെ പലതരത്തിലുള്ള കടാക്ഷ വീക്ഷ കോണുകളിലൂടെയൊക്കെ നോക്കിയിട്ടൊന്നും ഭഗവാനെ ലൗകികമായിട്ടുള്ള രീതിയിലൊന്നും അവിടെ അവർക്ക് ആർക്കും വീഴ്ത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഒരിക്കലും അത് ആ സ്വാധീന വലയത്തിലൊന്നും അകപ്പെടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അഭിസ്മരതി നസ്താധോ ഗോവിന്ദ പ്രസ്തുതേ ക്വചിൽ ഗോഷ്ഠീ മധ്യേ പുരസ്ത്രീണാം ഗ്രാമ്യാ സ്വൈരകഥാന്തരേ. അതുകൊണ്ട് അവരുമായിട്ടുള്ള ആ പ്രേമ സല്ലാപത്തിനിടയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ ആ ഗ്രാമീണ വനിതകളായിട്ടുള്ള അല്ലെ ഗോപികമാര് അവർ പറയുകയാണ്, ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഭഗവാൻ അവിടുന്ന് പറയാറുണ്ടോ? എത്രയായാലും ഗോപികമാർക്ക് കൃഷ്ണൻ മധുരാപുരിയിലെ ശ്രീരത്നങ്ങളുമായിട്ട് ഉള്ള ആ ഒരു സംയോഗം, അത് ഒരിക്കലും അവർക്ക് ആ ഒരു ചിന്ത, അവരുടെ ഉള്ളിലുള്ള ആ ചിന്ത അവരിൽ നിന്ന് വിട്ടുപോവുകയില്ല. തീർച്ചയായിട്ടും അവർക്ക് എന്താണ് നല്ല രീതിയിലാണ് പോലും അസൂയുണ്ട് അവർക്ക് അല്ലെ. ആ മധുരയിലെ ഉത്തമ സ്ത്രീകളോടുള്ള ഒരു അസൂയ അവരുടെ ഉള്ളിൽ ഉണ്ടാവാം, എന്തായാലും തോന്നാം എന്തായാലും. അതുകൊണ്ട് ഭഗവാന്റെ സന്ദേശം അവര് അത്രയൊന്നും വേണ്ട പോലെ അത് ചെവിക്കൊള്ളുവാൻ വേണ്ടിട്ട് തയ്യാറായില്ല എന്ന് പറയാണ്. അതുകൊണ്ട് മധുരയിലെ വനിതകളോട് പറഞ്ഞ നിങ്ങൾ തന്നെയാണ് ഉത്തമ സ്ത്രീകള് എന്ന് പറയാണ് അല്ലേ. തങ്ങൾക്ക് പോലും കിട്ടാത്തതായിട്ടുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല അവിടെ. അതുകൊണ്ടാണ് അവിടെ ആ ഗോപികമാര് ഞങ്ങൾ വെറും ഗ്രാമീണവാസികളായിട്ടുള്ള ഒരു പെണ്ണുങ്ങള് എന്നുള്ള രീതിയിലൊക്കെ അവര് അവിടെ പറയുന്നതില് പരിഹാസ രൂപത്തിലാണെങ്കിൽ പോലും അത് പറയാറുണ്ടോ എന്നായാലും അതില് തെറ്റില്ല എന്ന് പറയാണ്. അപ്പൊ തങ്ങളെ പറ്റി ഏതെങ്കിലും സമയത്ത് മധുരയിലെ ആ അങ്കനമാരോട് അല്ലെ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കൃഷ്ണൻ അവരോട് പറയാറുണ്ടോ എന്ന് ആ ഉദ്ധവനോട് ചോദിക്കുകയാണ് അവിടെ. കിം നിശാസ്മൃതിയാസു തത് അപ്രിയാഭിർവൃന്ദാവനേ കുമുദകുന്ദശാങ്കരമ്യേ ദേമേ ഗോഷ്ഠ്യാമസ്മാഭിരീഡിത മനോജ്ഞകഥ കഥാചിൽ. ഞങ്ങളോടൊപ്പം ആ ശരൽക്കാലത്തെ വെണ്ണിലാവുള്ള ആ രാത്രികളില്
ആമ്പൽപ്പൂക്കള് വിടർന്ന് നിൽക്കുന്നതായിട്ടുള്ള ധാരാളം പൊയ്കകള്, പിന്നെയോ പൂക്കള് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ മനോഹാരിതമായിട്ടുള്ള വൃന്ദാവനത്തില് അല്ലെ ഭഗവാന്റെ ആ കാൽച്ചിലമ്പുകൾ ചലിപ്പിച്ചുകൊണ്ട് രാസലീല ചെയ്തതായിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള വൃത്താന്തം അവരോട് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഉദ്ധവ? പിന്നെയോ ഈ ഞങ്ങളുടെ വിരഹ ദുഃഖം അത് കൃഷ്ണൻ വരുത്തി വെച്ചത് തന്നെയാണ് അല്ലേ? അങ്ങനെയുള്ള അപ്യേഷതീഹദാശാർഹ സ്വപ്താസുഹൃതയാശുജാ സഞ്ജീവയെന്നു നോ ഗാത്രേ യഥേന്ദ്രോ വനമംബുദൈഹി. അപ്പം അതിന് പകരമായിക്കൊണ്ടുള്ള ഈ ഒരു സന്ദേശം ഒന്നും ഒരിക്കലും അതിന് പ്രതിവിധിയല്ല. ഞങ്ങളെ വിഷമിപ്പിക്കുന്നതിന്, ഈ വിഷമത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ട അവിടുന്ന് ഒരു സന്ദേശം അയച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അത് പരിഹാരമാകും? ഒരിക്കലും പരിഹാരമാകുന്നില്ല അത്, അല്ലെ? വെളുത്ത മേഘങ്ങൾ ആകാശത്തുകൂടെ കടന്നു പോയിട്ട് കാര്യമില്ല ശരിക്കും. അപ്പം ഇന്ദ്രൻ മഴ പെയ്യുന്ന മേഘങ്ങളെ തന്നെ നിയോഗിച്ചാലേ കാടുകൾക്കൊക്കെ വേണ്ട പോലെ അവർക്ക് അവരെ തഴുകുന്ന രീതിയിലേക്ക് എത്തുന്നുള്ളൂ, അവിടെ തഴുകുകയുള്ളൂ. അപ്പം അത് കാടുകൾക്ക് അത് വേണമെങ്കിൽ എന്താണ്, യഥാർത്ഥമായിട്ടുള്ള ആ മഴ പെയ്യുക തന്നെ വേണം, അല്ലേ? അപ്പം ശ്രീകൃഷ്ണൻ നേരിട്ട് വന്ന് ഞങ്ങളുമായിട്ട് ആ സ്പർശനത്തിലൂടെ അല്ലെങ്കിൽ നോട്ടത്തിലൂടെ ആ അനുഭവത്തിലൂടെ ഞങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥമായിട്ടുള്ള ആ ആത്മ ജ്യോതിസിനെ ഒന്ന് ഉയർത്തുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ, അല്ലേ, അവിടെ പുതുജീവൻ വിപ്പിക്കുവാൻ അവിടെ വല്ല ചിന്തയും ഉണ്ടോ എന്ന് ഉദ്ധവൻ കൃഷ്ണനോടായിട്ട് ഉദ്ധവനോട് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള തീരുമാനം വല്ലതും ആ കണ്ണൻ അവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പൊ സ്വന്തക്കാരായിട്ടുള്ള യാദവരെ എല്ലാം യഥാർത്ഥത്തിൽ ഇപ്പൊ എന്താണ്, ആരുടെ കൂടെയുണ്ട്? ആ ഭഗവാന്റെ കൂടെയുണ്ട്. പിന്നെ ഇനി രാജകുമാരിമാരെ വിവാഹം കഴിച്ച് സുഖമായിട്ടൊക്കെ അവിടെ കഴിയുക. കസ്മാൽ കൃഷ്ണ ഇഹായാദി പ്രാപ്ത രാജ്യോഹതാഹിത നരേന്ദ്രകന്യാ ഉദ്വാഹ്യ പ്രീത സർവസുഹൃത. അപ്പം ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ച് ഇപ്പൊ എല്ലാവരും സന്തോഷത്തോടുകൂടി ആ രാജകുമാരിമാരെയൊക്കെ വിവാഹം കഴിച്ച് സുഖമായിട്ട് വാഴുക. അല്ലാതെ ഇനി ഈ പറഞ്ഞതായിട്ടുള്ള ഗ്രാമീണ വനിതകളായിട്ടുള്ള ഞങ്ങളുടെ അടുത്തേക്കൊക്കെ ഇനി എന്തിനാ കൃഷ്ണൻ വരുന്നത്? ഇനി കൃഷ്ണന് ഇനി ഇവിടെ വന്നിട്ട് എന്ത് നേടാനാണ്? ഒന്നും നേടാനില്ല, ഇനി ഒന്നും നേടാനില്ല ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് ആ വൃന്ദാവന വാസികൾ അല്ലാതെ ആയിട്ടുള്ള ഞങ്ങൾക്ക്, ഈ ഗ്രാമീണരായിട്ടുള്ള ഞങ്ങൾക്ക്, ഈ കാട്ടുവർഗക്കാരായിട്ടുള്ള, അതും പറയുന്നുണ്ട്, ഈ മസ്മാഭിർ വനൗഗോഭി, കാട്ടുവർഗക്കാരെന്നാ പറയുക വൃന്ദാവനത്തിലേക്ക്. ഈ കാട്ടുവർഗക്കാരുടെ അടുത്തേക്ക് എന്തിനാ? ശ്രീപതേരാപ്തകാമസ്യ ക്രിയേതാർത്ഥകൃതാത്മന. അപ്പം എന്ത് കാര്യമാണ് യഥാർത്ഥത്തിൽ ഇനി ഞങ്ങളുടെ അടുത്തേക്ക് ഇനി വന്നിട്ട് കിട്ടാനുള്ളത്? അതുകൊണ്ട് ആ ശ്രീപതേരാപ്തകാമസ്യ, ശ്രീയുടെ പതിയായിട്ടുള്ള, അല്ലെ, ശ്രീഭഗവതിയുടെ, ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവായിട്ടുള്ള അദ്ദേഹം ഇന്നിപ്പൊ എന്താണ്, അദ്ദേഹം പൂർണ്ണവാനായിരിക്കുക. അതുകൊണ്ട് ഇനി എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇനി ഒന്നും നേടാനില്ല. പരം സൗഖ്യം ഹി നൈരാശ്യം സൗരിണ്യപ്യാഹ പിങ്കള തജ്ജാനതീനാം ന കൃഷ്ണേ തഥാപ്യാശാദുരത്യയാ. അല്ലെ, പിങ്കള എന്നുള്ളൊരു വേശ്യ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആശാഹി പരമം ദുഃഖം, അല്ലെ, ആശ എന്നുള്ളത്, ആഗ്രഹം എന്നുള്ളത് എന്നും ദുഃഖത്തിന് കാരണമായിട്ട് വരികയുള്ളൂ എന്ന് പിങ്കള പറഞ്ഞു തന്നതുപോലെ. അതുകൊണ്ട് കേവലം ഒരു എന്താണ് പുംസലിയായിട്ടുള്ള അല്ലെങ്കിൽ വേശിയായിട്ടുള്ള പിങ്കള പോലും നൈരാശ്യമാണ് പരമസൗഖ്യം എന്ന് കണ്ടെത്തി അവിടെ, അല്ലെ? ആശയില്ലാത്തത് തന്നെയാണ് എന്നും നമുക്ക് ഏറ്റവും സുഖം എന്നുള്ളത് കാണിച്ചു തന്നു. ആ തത്വം അറിഞ്ഞിട്ടും ഞങ്ങൾക്ക് ആ കൃഷ്ണനിലുള്ള ആശ കൈവിടിയുന്നില്ലല്ലോ ഞങ്ങൾക്ക്. അതുകൊണ്ട് സൽകീർത്തിമാനായിട്ടുള്ള അദ്ദേഹവുമായിട്ടുള്ള ആ രഹസ്യ, അല്ലെ, സംഗമങ്ങൾ അല്ലെങ്കിൽ രഹസ്യ സംഭാഷണങ്ങൾ, ആ ചേർന്ന് നിൽക്കല്, ഇതൊക്കെ ആർക്കാണ് വിസ്മരിക്കാൻ സാധിക്കുക? കണ്ണനോട് ചേർന്ന് നിന്ന് കിട്ടിയതായിട്ടുള്ള ആനന്ദം ആർക്കാ വിസ്മരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഭഗവാന്റെ ഇഷ്ടത്തോടെ അല്ല എങ്കിൽ പോലും ശ്രീ ഭഗവതി ഒരിക്കലും എന്താണ് ആ മാറിൽ നിന്നും അവിടുന്ന്
വിട്ടുപോകുന്നില്ല, വിട്ടുമാറുന്നില്ല അവിടെ, അല്ലെ? ഭഗവാൻ ഇനി ഒഴിവാക്കിയാൽ പോലും അവിടെ വിട്ടുമാറാതെ ആ പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആ പക്ഷോദേശത്ത് ഇങ്ങനെ കഴിയുന്നു ആ ലക്ഷ്മി ഭഗവതി. അപ്പം അങ്ങനെയുള്ള ഇവിടെയുള്ള നദികളും, അല്ലെ, ഇവിടെ പറയുന്നത് സരിശൈലവനോ ദേശാഗാവോ വേണുരവായുമേ സംഘർഷണ സഹായേന കൃഷ്ണേന ആചരിതാ പ്രഭോ. നോക്കൂ, ഇവിടെയുള്ള നദികളായിക്കോട്ടെ, പർവ്വതങ്ങളായിക്കോട്ടെ, അവയെല്ലാം കന്നുകാലികള്, അല്ലെ, ഇവിടെയുള്ള പിന്നെ എന്താണ് ബലരാമ സമേതനായിട്ടുള്ള കൃഷ്ണന്റെ സമ്പർക്കം അവർക്കൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഇന്ന് ഏറ്റവും നഷ്ടപ്പെട്ടിട്ടുള്ള വലിയൊരു കാര്യമാണത്. അപ്പൊ അവയെല്ലാം വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ സ്മരണയെ പ്രബലപ്പെടുത്തുകയാണ്, ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതൊക്കെ. അപ്പം ആ മഹാലക്ഷ്മിക്ക് ഇരിപ്പിടമായിട്ടുള്ള ആ നന്ദഗോപന്റെ പുത്രനായിട്ടുള്ള ആ ഭഗവാന്റെ കാലടിപ്പാടുകള് ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഗത്യാ ലളിതയോദാരഹാസലീലാവലോകനൈഃ മാധ്യാഗിരാഹൃതധിയ കഥം തം വിസ്മരാമഹേ. അതുകൊണ്ട് കാണാൻ അഴകുള്ള ആ നടത്തം, അല്ലെ? ഗത്യാ ലളിതയോദാരഹാസലീലാവലോകനൈഃ, ഉദാരമായിട്ടുള്ള ആ, അല്ലെ, എല്ലാവരെയും മയക്കുന്നതായിട്ടുള്ള മന്ദഹാസം, പിന്നെയോ എല്ലാവരുടെയും ഉള്ളിൽ കോർത്ത് പിടിക്കുന്നതായിട്ടുള്ള ആ കടക്കൻ നോട്ടം, ആ എല്ലാവരുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള തേനൂറുന്നതായിട്ടുള്ള ഭഗവാന്റെ വാക്കുകള്, മാധ്യാഗിര, തേനൂറുന്നതായിട്ടുള്ള വാക്കുകള്, കൃതധിയ. അപ്പം ഇതൊക്കെ എന്താണ്? ഞങ്ങളുടെ ഉള്ളില് തറച്ചുപോയി അവിടെ. കൃതധിയ കഥം തം വിസ്മരാമഹി, ഇതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അത് മറക്കാൻ സാധിക്കും? ഇതെല്ലാം എന്താണ്? ഭഗവാൻ ഞങ്ങളുടെ ആ ഹൃദയത്തിന് ഹൃദധിയ കഥം തം വിസ്മരാമഹി, ഞങ്ങളുടെ ഹൃദയം അഭിമുഷിത്വ എന്ന് പറയുന്നില്ലേ? ഞങ്ങളുടെ ഹൃദയം മുഴുവൻ അവിടുന്ന് കവർന്നെടുത്തു. ഹാ നാഥ, ഹേ രമാനാഥ, ഹേ നാഥ, ഹേ രമാനാഥ, പ്രജനാഥാർത്ഥിനാശനാമഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം പ്രജിനാന്നവാൻ. അവിടെ പറയുന്നു, അവിടെ ഞങ്ങളുടെ നാഥനാണ്. പിന്നെ അത് തന്നെയല്ല, ലക്ഷ്മി ഭഗവതിയുടെ വല്ലഭനായിട്ടുള്ള ഗോകുലത്തിന്റെ അധിപനായിട്ടുള്ള വ്രജനാഥാർത്ഥനാശന, അല്ലെ, ഗോകുലത്തിന്റെ അധിപതിയും പിന്നെ മഗ്നമുദ്ധര ഗോവിന്ദ, എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതിനുമായിട്ടുള്ള ഹേ ഗോവിന്ദ, ഈ ശോക സമുദ്രത്തിൽ ആണ്ടുകിടക്കുന്നതായിട്ടുള്ള ഈ ഗോകുലത്തെ അവിടുന്ന് മറക്കരുതേ, അവിടുന്ന് മറക്കരുതേ. ഇന്ന് കൃഷ്ണൻ ഇല്ലാത്ത ഗോകുലം എന്ന് പറഞ്ഞാൽ ഇന്നെന്താണ്? ഈ, അല്ലെ, സമുദ്രം, ഈ എന്താണ് ദുഃഖക്കടലില് ആണ്ട് കിടക്കുന്നതായിട്ടുള്ള ഈ ഗോകുലത്തെ മറക്കരുതേ ഗുരുവായൂരപ്പ, മറക്കരുതേ എന്ന് അവിടുത്തെ അവര് കരഞ്ഞുകൊണ്ട് പറയുന്നതോടെ. അപ്പം ആ മന്ദരപർവ്വതം പൊക്കിയെടുത്തതായിട്ടുള്ള ആ ഭഗവാന്, അല്ലെ, വല്ലോ ബുദ്ധിമുട്ടുണ്ടോ ഈ ഗോകുലത്തെ ഒന്ന് ഉയർത്താൻ? മന്ദരപർവ്വതത്തെ മുഴുവൻ ഉയർത്താൻ സാധിക്കുമെങ്കിൽ ഈ ഗോകുലത്തെ അവിടുന്ന് ആ ശോക സമുദ്രത്തിൽ നിന്ന് ഉദ്ധരിക്കുക ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല എന്നുള്ളത് അവര് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഗോകുലത്തെ എങ്ങനെയെങ്കിലും ഈ ദുഃഖക്കടലിൽ നിന്നും ഉയർത്തിക്കൊണ്ട് വരണേ എന്ന് പറഞ്ഞ് അവരിതാ ആ ഉദ്ധവന്റെ മുമ്പിൽ കിടന്ന് ലജ്ജയില്ലാതെ, അല്ലെ, കണ്ണീരോടുകൂടി അവിടുന്ന് ഭഗവാനെ വിളിക്കുകയാണ്. ഹാ നാഥ, ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥാർത്ഥിനാശന. അതിനുവേണ്ടിയാണ് അവിടെ വ്രജനാഥാർത്ഥിനാശന, അതായത് ഗോകുലപതിയായിട്ടുള്ളവൻ അവിടെ എടുത്ത് പറയാൻ തന്നെ കാരണം അതാണ്. ഗോകുലത്തിന്റെ അധിപതി അങ്ങ് തന്നെയാണ്, അങ്ങേക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഗോകുലത്തെ ഒരിക്കലും ഈ സങ്കടക്കടലിലേക്ക് തള്ളിയിടാതെ അവിടുന്ന് മക്കുന്ന മുദ്ധര ഗോവിന്ദ ഗോകുലം ബ്രജനാർണവാൽ അവിടുന്ന് ഉയർത്തിക്കൊണ്ട് വരണേന്ന് അവരിതാ പ്രാർത്ഥിക്കുന്നു. ആ രംഗങ്ങളൊക്കെ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇപ്പൊ നമുക്ക് ഭാഗവത പാരായണത്തിലേക്ക് ശ്രദ്ധിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.